നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ ഇരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മദിനത്തിലാണ്. നവഭാരതത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മദിനം. ഇന്ന് രാജ്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് 25 കോടി വരുന്ന ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റിയ മഹാത്മാഗാന്ധിയുടെ നാമത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതിന് ഒരു ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ വരികയും അത് സംബന്ധിച്ച് രാജ്യത്തുടനീളം വലിയ ആശങ്ക ഉണ്ടാവുകയും വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാൻ കഴിയുക? ഈ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിൻ്റെ തുടക്കമാണ്. കാരണം വാജ്പേയി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്, എനിക്ക് സംശയം അത് ഹിമാചൽ പ്രദേശിലാണോ ആസാമിലാണോ എന്ന് അറിയില്ല, 2002 ചേർന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി സമ്മേളനത്തിൽ സോണിയാഗാന്ധി ഒരു പ്രമേയമില്ല, കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഈ രാജ്യത്തെ എല്ലാവർക്കും തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതി, തൊഴിൽദാന പദ്ധതിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. 2004 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തി. ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. 2005 ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഒരു ബില്ലാക്കി അവതരിപ്പിച്ചു. 2005 കേന്ദ്ര ഗവൺമെന്റ് 100 ജില്ലയിലാണ് ഇത് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ഇടതുപക്ഷം ഞങ്ങളുടെ പിന്തുണ കൊണ്ട് ഞങ്ങൾ മുന്നോട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. 2004 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇത് വെച്ചിരുന്നു. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്ന, കോൺഗ്രസിന്റെ AICC സമ്മേളനത്തിലെ പ്രമേയമാണത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നു. അങ്ങനെ 2004 പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഇത് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ, ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന തൊഴിൽദാന പദ്ധതി നടപ്പാക്കുന്നു. അധികാരത്തിൽ അപ്പൊ കോമൺ മിനിമം പ്രോഗ്രാമിൽ അത് ചർച്ചയായി. കോൺഗ്രസ് വെച്ച നിർദ്ദേശം മറ്റുള്ള പാർട്ടികൾ അംഗീകരിച്ചു. 15 പരിപാടിയിൽ അത് അംഗീകരിച്ചു. പക്ഷെ കോൺഗ്രസ് ആണ് ഇത് കൊണ്ടുവന്നത്. ആ ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ചരിത്രം മോഡി ജനങ്ങളോട് മറക്കാൻ പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ പിണറായി മറക്കാൻ പറയുന്നുണ്ട്, ഞങ്ങളാണത് കൊണ്ടുവന്നത്. ഒരിക്കലും ഇടതുപക്ഷമല്ല ഈ പദ്ധതി കൊണ്ടുവന്നത്, കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. 2005 ഇത് ബില്ലാകുമ്പോൾ കേരള സംസ്ഥാനത്തെ 4 ജില്ലയിൽ ആദ്യം നടപ്പാക്കുന്നത്. കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്. ഈ 4 ജില്ലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ 100 ജില്ലയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് കേരളത്തിൽ നിന്ന് 4 ജില്ലയെ തെരഞ്ഞെടുത്തു. 2008 ഏപ്രിൽ മാസത്തോടു കൂടിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തെ എല്ലാ ജില്ലയിലും ഈ പദ്ധതി വ്യാപിക്കുന്നത്. അന്ന് 125 രൂപയായിരുന്നു വേതനം. ആ രീതിയിലാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര കോടി ജനങ്ങൾ അന്ന് ബാങ്ക് അക്കൗണ്ട്, വലിയൊരു നേട്ടമാണ്. ഇടനിലക്കാരില്ല, കരാറുകാരില്ല. ഇനി ഉദ്യോഗസ്ഥന്മാരുടെ ജോലി കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ കാത്തു നിൽക്കണ്ട. ആ ബാങ്ക് അക്കൗണ്ടിന്റെ പേര് പോലും പിന്നീട് മോദി വന്നപ്പം ജൻധൻ അക്കൗണ്ടാക്കി മാറ്റി. പേര് മാറ്റിയാൽ മാത്രമാണല്ലോ പുള്ളിയുടെ പണി. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് അത് ലോക രാജ്യങ്ങൾ അംഗീകരിച്ച തൊഴിൽദാന പദ്ധതികളാണ്. ഇത്രയും സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യ ഭാരതത്തിന് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിലയിരുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞത്, ആദ്യത്തെ UPA ഗവൺമെന്റിന് തുടർച്ചയുണ്ടായതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതി. ഇത്തരത്തില് ഈ തൊഴിലുറപ്പ് പദ്ധതി, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് 2008 തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺമക്കളുടെ വിധവകൾക്കും പെൻഷൻ പ്രഖ്യാപിച്ചത്. ആ സമയം അത്രത്തോളം ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു ഒന്നാം UPA ഗവൺമെന്റ്. അപ്പൊ ഒന്നാം UPA ഗവൺമെന്റ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ ഒരു പദ്ധതിയാണ്, കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയ ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി പേര് തന്നെ, ആ പേര് ഗാന്ധിയുടെ പേര് തന്നെ നിർദ്ദേശിക്കുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ, ഒരു സംശയ കാര്യത്തില്ല. പിന്നീട് അതിനെ നശിപ്പിക്കാൻ, കേരളത്തിൽ അത് രാഷ്ട്രീയം കലർത്തി. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാവപ്പെട്ട തൊഴിലാളികളെ, നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ പാർട്ടി യോഗത്തിൽ വരണം. മാറ്റർമാരെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടികൾ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അവരത് യൂണിയൻ ഉണ്ടാക്കി. അതെ,
CITയുടെ നേതൃത്വത്തിൽ യൂണിയൻ ഉണ്ടാക്കി. അത് പരമാവധി ആ പാവപ്പെട്ട ദരിദ്രരായ യുവതികളെ, സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ, തൊഴിലാളികളെ വഞ്ചിച്ച് ചൂഷണം ചെയ്തൊരു പാർട്ടിയാണ്. അതിലൊരു പങ്കും CPM ഇല്ല, ഒരു പങ്കും ഇതിൽ CPM ഇല്ല. ഈ പദ്ധതി തീർച്ചയായും അവരുടെ വേതനത്തിൽ നിന്ന് പങ്ക് പറ്റുന്നത്. അപ്പൊ പുതിയ ബില്ല് വന്നതോടുകൂടി ഇത് ഈ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്നു. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ പറയുന്ന ജില്ലകളിൽ മാത്രമേ ഇനി നടത്താൻ പാടുള്ളൂ. അതാണ് അതിന്റെ ആത്മാവിനേൽക്കുന്ന മുറിവ് എന്ന് പറയുന്നത്. ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന ഗാന്ധിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമസ്വരാജ് സങ്കല്പമാണല്ലോ. ആ ഗ്രാമസ്വരാജ് സങ്കല്പത്തിൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഒരു റിപ്പബ്ലിക്കായി മാറണം എന്നുള്ളത്, സ്വയം സമ്പൂർണമായ, സ്വയം പര്യാപ്തതയുള്ള ഗ്രാമമായി മാറും. അതിന് ഏറ്റവും സഹായകമായ നിലയിലുള്ളൊരു പദ്ധതിയായിരുന്നു മൻരേഗ പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയെ അട്ടിമറിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് കേവലം ഗാന്ധിയെ ഒഴിവാക്കുക എന്നതിലപ്പുറം അതിൻ്റെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ പേര് തന്നെ പറയാൻ പ്രയാസമുള്ള, ആ പേര് തന്നെ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഇത് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം. മറ്റൊന്ന്, 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നതിൽ നിന്ന് ഞങ്ങൾ 125 ആക്കുന്നു എന്നാണ് പേരെങ്കിലും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് 60 ദിവസത്തോളം വരുന്ന അവിടുത്തെ കാർഷിക ദിനങ്ങളുണ്ടല്ലോ, വിളവെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ദിനങ്ങളിൽ ഈ തൊഴിൽ കൊടുക്കാൻ പാടില്ല എന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തു. എന്ത് സംഭവിക്കുന്നറിയോ? ആർക്ക് വേണ്ടിയാണെന്നറിയോ? വൻകിട കർഷകർക്ക്, ഉത്തരേന്ത്യയിലെ വൻകിട കർഷകർക്ക് അവരുടെ ചൊൽപ്പടിക്കൊത്ത് ഈ തൊഴിലാളികളെ ഈ 60 ദിവസം കിട്ടണം. നേരെ മറിച്ച് അത് കിട്ടില്ലായിരുന്നു. ഇതിനേക്കാൾ വേതനം കൊടുക്കുന്ന തൊഴിലാണെങ്കിൽ അവർ ഈ പറയുന്ന മൻരേഗ തൊഴിലിന് പോകും. അപ്പോൾ ഈ വേതനം നിർബന്ധമായും കൊടുക്കേണ്ട സ്ഥിതി വരികയാണ്. ഈ 60 ദിവസം അവർക്ക് തൊഴിലില്ലാതെ വരുമ്പോൾ അവർക്ക് കുറഞ്ഞ കൂലിക്ക് പോലും തൊഴിലെടുക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ 100 ദിവസം നമുക്ക് രാജ്യത്ത് ഉറപ്പുവരുത്താൻ പല സംസ്ഥാനങ്ങളിലും കഴിയുന്നില്ല. കേരളത്തിൽ പല പഞ്ചായത്തുകളിലും പല ഭാഗങ്ങളിലൊക്കെ താരതമ്യേന കഴിയുന്നുണ്ടെങ്കിലും മറ്റുള്ള ഭാഗങ്ങളിലേതോ 50 ദിവസമാണ് ശരാശരി കൊടുക്കാൻ പറ്റുന്നത്. അത് ഈ 60 ദിവസം ഇത്തരത്തിൽ ഈ വിളവെടുപ്പ് സമയത്ത് തൊഴിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന കൂടി വെക്കുന്നതോടുകൂടി 50 ദിവസം പോലും തൊഴിൽ കിട്ടാത്ത സ്ഥിതിയാണ്. പേര് 100-ന് 125 ആക്കിയിട്ടുണ്ടെങ്കിലും 50 ദിവസം പോലും ഫലത്തിൽ തൊഴിൽ കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗാന്ധിയുടെ ആത്മാവിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത്, ഗാന്ധി പറഞ്ഞത് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ആവശ്യം എന്താണ്, അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വേണ്ട തൊഴിലെന്താണ് എന്നെങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുക? കേന്ദ്രം നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ തൊഴിലെടുക്കാൻ പാടുള്ളൂ എന്ന കണ്ടീഷൻ ആ പദ്ധതിയിൽ വെക്കുന്നതോടുകൂടി ഗ്രാമീണ തലത്തിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കുന്ന ആ സമ്പ്രദായം തന്നെ ഇല്ലാതായി പോവാണ്. അപ്പോൾ വികേന്ദ്രീകരണം എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഗ്രാമസ്വരാജിലൂടെ ഗാന്ധി മുന്നോട്ട് വെച്ചതെങ്കിൽ, കേന്ദ്രീകരണം എന്ന് പറയുന്ന തീർത്തും റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പുതിയ നിയമത്തിലുള്ളത്. അതുമാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പേര് മാറ്റം വന്നത്. അതെ, കേന്ദ്ര മന്ത്രിസഭയിൽ കൊടുത്ത നോട്ട്, ഈ ബില്ലിൽ കൊടുത്തത് പുണ്യബാപ്പു എന്നുള്ള പേര് വെച്ചുകൊണ്ട് കൊടുത്തു. പിന്നീട് MP-മാർക്ക് കൊടുത്തതിലാണ് ആ പേര് മാറ്റം വന്നത്. അപ്പൊ അത്രത്തോളം രഹസ്യമായി ഗാന്ധിജിയുടെ പേര് മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അത് മാത്രമല്ല, നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സ്ത്രീകൾ കുറച്ച് വർഷം മുമ്പ്, 2005 മുമ്പ്, 2008 മുമ്പ് തന്നെ, കാരണം ഈ തൊഴിൽദാന പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്, പണിക്ക് അണ്ണാച്ചിനെ വിളിക്കാം, അതെ, വിറക്, അങ്ങനെ കുറെ ജോലിക്ക്, അതിലൊന്നും ഇന്ന് ഇവിടെ ഇല്ലാത്ത കാരണം തൊഴിലുറപ്പ് പദ്ധതി തമിഴ്നാട്ടിൽ ഫലപ്രദമായി നടപ്പാക്കിയത് കൊണ്ടാണ്. കാരണം അവർക്ക് വളരെ മാന്യമായി തൊഴിൽ കിട്ടുന്നു, ആ തൊഴിൽ രംഗത്ത് വളരെ മാന്യമായി കൂലി കിട്ടുന്നു. ഇടനിലക്കാരനെ കാത്തു നിൽക്കേണ്ട, പഞ്ചായത്തിലെ കരാറുകാരനെ കാത്തു നിൽക്കേണ്ട, ഓവർസിയറെ കാത്തു നിൽക്കേണ്ട, സെക്രട്ടറിമാരെ കാത്തു നിൽക്കേണ്ട, അവർ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു. അത്രയും സുതാര്യമായുള്ളൊരു പദ്ധതി, ലോകത്തിന് മാതൃകയായ പദ്ധതി നടപ്പാക്കിയത്, അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് വളരെ പാവപ്പെട്ട ഗ്രാമീണ ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് മെച്ചപ്പെടുത്താനാണ് ചില BJP-യുടെ അനുകൂലമായി സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ, നമ്മൾ ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, ഒരാളുടെ മനോഭാവം, ഒരു പദ്ധതിയെ നന്നാക്കാനാണെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ഗ്രാമീണ ഇന്ത്യയുടെ വിശപ്പ് മാറ്റാനും അവർക്ക് മെച്ചമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് അതിനെ രൂപാന്തരപ്പെടുത്തുന്നതെങ്കിൽ, മോദി ഗവൺമെൻറ് വന്ന് 11 വർഷം കഴിയുകയാണല്ലോ. ഇതിനിടയിൽ
മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുത്തുകൊണ്ടിരുന്ന പണം കുറച്ച് കൊണ്ടുവരികയല്ലാതെ. അപ്പൊ അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയാണോ ചെയ്യാൻ? അപ്പൊ അത് മെച്ചപ്പെടുത്താനായിരുന്നുവെങ്കിൽ എല്ലാ വർഷവും വകയിരുത്തുന്ന പണത്തിൽ വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തി ഇതെങ്ങനെയെങ്കിലും അത് മാത്രമല്ല, പല തരത്തിലുള്ള നിബന്ധനകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഗ്രാമീണമായ മേഖലയിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയെ ഏതൊക്കെ തരത്തിൽ കഴുത്ത് ഞെരിക്കാമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ 100 125 ആക്കാണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ കുറെ കൂടി വിപുലീകരിക്കുകയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ആ ഇൻറ്റൻഷൻ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ ആ പദ്ധതിയുടെ വിഹിതം അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം തന്നെ സംഭവിച്ചെന്താ, 90-10 നേരത്തെ അത് 60-40 ആക്കി. 60-40 ആക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ചും GST വിഹിതം കിട്ടാതായതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സാമ്പത്തികമായ പരുങ്ങലുണ്ട്. എല്ലാ പണവും കേന്ദ്രീകരിക്കപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലാണ്. സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ 90-10 എന്നുള്ളത് 60-40 ആക്കി മാറ്റുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിൽ സാധ്യത, തൊഴിൽ കൊടുക്കാനുള്ള അവസരം കൂടുതൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇതേ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ഷിയാലി പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നതിന് പകരം പിന്നീട് വടക്കേ ഇന്ത്യയിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. അതിനേക്കാൾ രൂക്ഷമാകും ഈ പറയുന്ന തൊഴിൽ തേടിയുള്ള ആളുകളുടെ യാത്ര എന്നുള്ള നിലയിലേക്ക് വരും. ആ തൊഴിൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം സംസ്ഥാനങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല. 60-40 എന്ന് പറയുമ്പോൾ താങ്ങാൻ കഴിയില്ല. അതേസമയം മറ്റൊന്നുകൂടി കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 90-10 എന്ന് പറയുന്ന നിലനിർത്തിയിട്ടുണ്ട്. അതെന്ത് ന്യായമാണ്? ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ, ഈ വിവേചനം കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളോടും മറ്റ് സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള ചോദ്യത്തിനും ഇതുവരെയും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പം ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ, ഒന്ന്, അത് നിലവിലുള്ള തൊഴിൽ ദിനങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് പോകും. 2, ഇതിൻ്റെ ആസൂത്രണവും നടത്തിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നതോട് കൂടിയിട്ട് രാജീവ് ഗാന്ധി നമ്മൾ ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുമ്പം അദ്ദേഹം ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് 1 രൂപ ചെലവഴിക്കുമ്പോൾ 18 പൈസ മാത്രമാണ് താഴെ തട്ടിൽ എത്തുന്നത്. ബാക്കി ചുവപ്പ് നാടയിൽ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, അദ്ദേഹം മാനാഞ്ചിറ മൈതാനിൽ വന്ന് നടത്തിയ പ്രസംഗം. ഞാൻ 100 രൂപ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി താഴെത്തട്ടിലേക്ക് അയച്ചാൽ അത് 85 രൂപയും ചുവപ്പ് നാടയിൽ ചുറ്റപ്പെടുകയാണ്. അത് ഒഴിവാക്കാൻ, പല തട്ടുകളിലായി വെട്ടിപ്പോകുന്ന സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്രാമസ്വരാജ്. ആ സ്ഥിതി വീണ്ടും തിരിച്ചു വരികയല്ലേ ചെയ്യാൻ? അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ താഴെത്തട്ടിൽ വികേന്ദ്രീകൃതമായി ഓരോ പ്രദേശത്തിനും അനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനെ മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക്, ആസ്തി വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതിനെ വൈവിധ്യവൽക്കരിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വീകാര്യമാണ്. പക്ഷേ അതേസമയം അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് കൺക്ലൂഡ് വീണ്ടും ഊന്നി പറയാനുള്ളത്, കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ്. 2002 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി സമ്മേളനത്തിലാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. 2005 ഡോക്ടർ മൻമോഹൻ സിംഗ് 2005 ഇത് ബില്ലാക്കി കൊണ്ടുവന്നു. 2005 കേരളത്തിലെ 4 ജില്ല ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തെ 100 ജില്ലകളിൽ ഇത് നടപ്പാക്കി. 2008 ഏപ്രിൽ മാസത്തോടു കൂടി ഇന്ത്യ രാജ്യത്തെ എല്ലാ ജില്ലകളിലും 125 രൂപ വേതനത്തോടു കൂടി ഈ പദ്ധതി നടപ്പാക്കി. രാജ്യത്തെ എല്ലാ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള, ലോകത്ത് മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കോൺഗ്രസിന് UPA ഗവൺമെന്റ് ഇത് സാധിച്ചു. ഇത് അട്ടിമറിക്കാൻ, അത് അവരുടേതാക്കി മാറ്റാൻ പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അട്ടിമറിക്കാൻ ഇന്ന് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണം. ശക്തമായുള്ള പ്രതിഷേധം താഴെത്തട്ടിൽ നിന്ന് വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.